കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ച് വിദേശത്തേക്കൊക്കെ ഈ ലഹരി വസ്തുക്കൾ കടത്തുന്ന ആഗോള ലഹരി കടത്ത് സംഘത്തിലെ 3 പേരെ ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുകയാണ്. കണ്ണൂർ പിണറായി സ്വദേശി റമീസ്, കണ്ണപുരം 5-ാം പീടിക സ്വദേശി റിയാസ്, വയനാട് അമ്പലവയൽ സ്വദേശി ഡെന്നി എന്നിവരാണ് പിടിയിലായിരിക്കുന്നത്. സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ പോലീസ്. എയർപോർട്ട് പരിസരത്തെ ലോഡ്ജിൽ നിന്നാണ് കണ്ണൂർ സ്വദേശികളായ യുവാക്കളെ ലഹരിമരുന്നുമായി പിടികൂടുന്നത്. തായ് ഗോൾഡ് എന്നറിയപ്പെടുന്ന 5 കിലോയോളം വരുന്ന ഹൈബ്രിഡ് കഞ്ചാവാണ് ഇവരിൽ നിന്നും പിടിച്ചെടുത്തത്. ജില്ലയിൽ ആദ്യമായാണ് വൻതോതിൽ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടുന്നത്. തായ്ലാന്റിൽ നിന്നോ ബാങ്കോക്കിൽ നിന്നോ ഇവിടെ എത്തിക്കുന്ന ഹൈബ്രിഡ് ലഹരി പിന്നീട് കാരിയർമാർ മുഖേന വിദേശത്തേക്ക് കടത്തുന്ന സംഘത്തിലെ കണ്ണികളാണ് ഇപ്പോൾ പിടിയിലായത്. മലപ്പുറം ജില്ലയിലേതടക്കം നിരവധി മലയാളികൾ ലഹരി കടത്തുമായി ബന്ധപ്പെട്ട് വിദേശത്ത് ജയിലിൽ കഴിയുന്നുണ്ടെന്ന് ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതികളെ ലഹരിയുമായി പിടികൂടിയത്. വിദേശത്ത് നിന്നും സ്വർണം കടത്താൻ കരിയർമാരായാൽ നല്ല പ്രതിഫലം നൽകാമെന്ന് പ്രലോഭിപ്പിച്ച് വിദേശത്തേക്ക് ലഹരി കടത്തുന്നതാണ് ഇവരുടെ രീതി. പിടിയിലായ ഡെന്നി കഴിഞ്ഞ ഫെബ്രുവരി മാസം ബാങ്കോക്കിൽ നിന്നും കേരളത്തിലേക്ക് ഹൈബ്രിഡ് ലഹരി കടത്താൻ ശ്രമിക്കുന്നതിനിടെ എറണാകുളത്ത് കസ്റ്റംസ് പിടികൂടിയിരുന്നു. 2 മാസം മുൻപ് ജാമ്യത്തിലിറങ്ങിയ ഇയാൾ വീണ്ടും ലഹരി കടത്തിൽ സജീവമാകുകയായിരുന്നു. പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തതിൽ എയർപോർട്ട് കേന്ദ്രീകരിച്ച് ലഹരി കടത്തുന്ന സംഘങ്ങളെക്കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.